വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലയുടെ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ PC ജേക്കബേട്ടനോട് കൂടെ ഞങ്ങൾ ഈ ബ്രോഡ്വേയിൽ തീപിടിച്ച ഷോപ്പുകൾ സന്ദർശിക്കുകയുണ്ടായി. വളരെയധികം നഷ്ടമാണ് ഇവിടുത്തെ വ്യാപാരികൾക്കുണ്ടായത്. നമുക്കറിയാം, ലോൺ എടുത്തും ഭാര്യയുടെ താലിമാല പണയം വെച്ചും ഒരു സീസൺ കച്ചവടം ചെയ്യാൻ വേണ്ടി അത്രയധികം സ്റ്റോക്ക് ഇറക്കിക്കൊണ്ട് ഒരു സീസണെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് യാദൃശ്യമായി ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. ഇത് ശരിക്കും ഇതിന് ഗവൺമെൻറ് തലത്തിലും ഈ വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം കിട്ടുന്ന രീതിയിലുള്ള, എറണാകുളത്തെ സംബന്ധിച്ച് എറണാകുളത്തെ ഏറ്റവും വലിയ ഒരു വ്യവസായം നടക്കുന്ന സ്ഥലത്താണ് ഈ തീ പിടിച്ചത്. ഇങ്ങനെ ഒരു ചെറിയ ഇതിൽ നിന്നത് തന്നെ അത് വളരെയധികം ഭാഗ്യമുള്ള കാരണമാണ് ഈ ചെറിയ രീതിയിൽ ഈ തീപിടുത്തം ഉണ്ടായത്. എങ്കിലും യൂത്ത് വിങ് എറണാകുളം ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള തീപിടുത്തങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ആ വ്യാപാരിക്കുണ്ടാകുന്ന നഷ്ടം വളരെ അധികമാണ്. അപ്പം ജില്ലാ കമ്മിറ്റി മാതൃസംഘയോട് ചേർന്നുകൊണ്ട് ഈ നഷ്ടപ്പെട്ട കച്ചവടക്കാർക്കുള്ള എല്ലാവിധ പിന്തുണയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ജില്ലാ പ്രസിഡന്റ് പ്രദീപ് ജോസ്. ഞാൻ ഏകോപന സമിതിയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റാണ്. ബ്രോഡ്വേയിൽ കോളുത്തറ ബിൽഡിങ്സിൽ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ വലിയ ഭീകരമായ ഒരു അഗ്നിബാധ, 7 കച്ചവട സ്ഥാപനങ്ങൾ 3 നില കെട്ടിടത്തിൽ 6 ഓണർമാരുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന വലിയൊരു പ്രസ്ഥാനമായിരുന്നു. നിരവധി തൊഴിലാളികളും വ്യാപാരികളും കടം വാങ്ങിയും മറ്റുള്ള സാമ്പത്തിക സഹായങ്ങൾ സമാഹരിച്ചും ഒക്കെ നടത്തിപ്പോകുന്ന, വർഷങ്ങളായി നടത്തിപ്പോകുന്ന ഒരു സ്ഥാപനങ്ങളാണ് ഇവിടെ ഉള്ളതെല്ലാം തന്നെ. ഇത് ഞങ്ങളിവിടെ വന്നിത് കാണുമ്പോൾ വളരെ ദയനീയമായ ഒരവസ്ഥയാണ്. എന്തെങ്കിലും ഒന്ന് തിരിച്ചു പെറുക്കിയെടുക്കാൻ ഇവിടുത്തെ വ്യാപാരികൾക്ക് പറ്റാത്ത വിധം മുഴുവൻ സാധനങ്ങളും ഡാമേജായിപ്പോയി. ഞങ്ങൾ കണക്കാക്കുമ്പോൾ ഇതിൻ്റെ ഈ ഇൻസൈഡിലുണ്ടായിരുന്ന വിൽപ്പന വസ്തുക്കൾ എത്ര കോടിയാണെന്നും പോലും വിലമതിക്കാൻ കഴിയില്ല. പക്ഷെ പൊതുവിൽ ഒരു അസസ്മെൻ്റ് വന്നിരിക്കുന്നത് ഒരു 7-8 കോടി ഉറുപ്പിയെങ്കിലും ഇല്ലെങ്കിൽ ഈ കെട്ടിടവും ഇവരുടെ പുനരധിവാസവും അപ്രായോഗികമായിട്ട് വരും. അവർക്ക് ബുദ്ധിമുട്ടാകും. കഴിയുന്നവരുടെ എല്ലാം ഒരു സഹായം അവർക്ക് അർഹിക്കുന്നുണ്ട്. അത് കൊടുത്തവരെ സഹായിക്കണം.